ഇന്ന് നമുക്ക് വൈറ്റിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആപ്ലിക് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. നമുക്കിത് റീസ്റ്റോക്ക് വന്നിരിക്കുന്ന ഐറ്റമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നല്ലൊരു എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഐറ്റം, അതിൻ്റെ റീസ്റ്റോക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 3690 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് വൈറ്റിൽ ഇതേപോലെ ഒരു ബേജ് ടോണിൽ വന്നിരിക്കുന്ന ആപ്ലിക് വർക്ക്. അപ്പോൾ അതിൻ്റെ ലോവർ പോർഷനിലെല്ലാം നല്ലൊരു സ്റ്റെമ്മും ഒരു ലീഫും ആയിട്ടുള്ള പാറ്റേണിൽ ആപ്ലിക് വർക്കാണ് ചെയ്ത് വന്നിരിക്കുന്നത്. അതേപോലെ അതിൻ്റെ കൂടെ തന്നെ എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബോഡിയിലേക്ക് വരുമ്പം ആ ഒരു വൈറ്റും ആ ഒരു കളറിലുള്ള എംബ്രോയ്ഡറി വർക്കും കൂടെ ഇതിനകത്ത് ഇങ്ങനെ ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്കും ആപ്ലിക് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ചില സാരീസിൽ നമുക്ക് പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് ആപ്ലിക് വർക്ക് വരില്ല, എംബ്രോയ്ഡറി വർക്ക് മാത്രമേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് റേറ്റ് കുറവായിരിക്കും. ഇത് ഫുൾ ഇങ്ങനെ ആപ്ലിക് വർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ആണ് അതിൻ്റെ റേറ്റിൽ വ്യത്യാസം വരുന്നത്. പിന്നെ നമുക്ക് ബ്ലൗസ് വരുമ്പോൾ സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന പ്ലെയിൻ സെയിം ടോൺ എന്ന് പറയുമ്പോൾ നമുക്ക് കോട്ടൺ മെറ്റീരിയൽ അല്ല, അതിനകത്ത് അല്പം കൂടെ കോട്ടൺ മിക്സ് ആയിട്ടുള്ളൊരു മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. അതിൻ്റെ സ്ലീവിലും ഒരു സിംഗിൾ ഒരു ലീഫ് ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ബ്ലൗസിൻ്റെ കയ്യിലും. ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത്. 3690 3690 കോട്ട സാരീസാണ്. നമുക്ക് സ്റ്റാർ ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല, നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസ്. അപ്പോൾ നമ്മൾ പ്ലീറ്റ് ചെയ്തൊക്കെ ഇട്ടാലും ഇതേപോലെ പ്ലീറ്റ് ചെയ്താലും ഇതേപോലെ നമുക്ക് പ്ലീറ്റ് ഇങ്ങനെ നമ്മൾ പ്ലീറ്റ് ചെയ്തിടുന്ന പോർഷനിലേക്ക് ഇങ്ങനെ വരും, ആ ഒരു വർക്ക് ഇങ്ങനെ വരും. നമുക്കൊരു ചർച്ച് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ നല്ലൊരു സാരിയാണ് കേട്ടോ. അതിൻ്റെ തന്നെ കളർ ചേഞ്ചസ് ആണ് ഇനി വരുന്നത്. പാറ്റേൺ എല്ലാം സെയിം ആണ്. ഇതിനകത്ത് കണ്ടോ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരു ഒലിവ് ഗ്രീൻ്റെ ലൈറ്റർ ടോണിലേക്ക് വന്നിരിക്കുന്ന ഒരു ആപ്ലിക് വർക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതേപോലെ ഇതാണ് സാരി വരുന്നത്, ഇങ്ങനെ വരും. അടുത്ത് വരുന്ന അതിനകത്ത് ബേബി പിങ്ക്. ബേബി പിങ്കൊക്കെ നല്ല കോമ്പിനേഷൻസ്, നല്ല 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 കോമ്പിനേഷൻസ് അതിനകത്തെല്ലാം വന്നിരിക്കുന്നത്. ഇത് കണ്ടോ ബേബി പിങ്ക് ഇങ്ങനെ വരും. ബേബി പിങ്ക് വരുമ്പം അടുത്ത് വരുന്ന അതിൻ്റെ ലാവൻഡർ. ലാവൻഡർ അടുത്ത് വരുന്ന അതിൻ്റെ ഒരു പീച്ചിൻ്റെ ഒരു നല്ലൊരു പീച്ച് ടോൺ. പീച്ചിൻ്റെ അല്പം പിങ്കും കൂടെ ചേർന്നിട്ടുള്ളൊരു പീച്ച് ടോണില്ല, അതേപോലത്തെ ഒരു ടോണാട്ടോ, നല്ല ഭംഗിയുള്ളൊരു ടോൺ. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ഇതിനകത്ത് കുറച്ച് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ കണ്ടോ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ, ഒരു പേസ്റ്റൽ ഗ്രീനിൻ്റെയൊക്കെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.